ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ ബേപ്പൂർ നടുവട്ടം ബസ് പോകുന്ന റോഡിൽ നിന്നും 500 മീറ്റർ അകലെ 4.35 സെൻറ്റ് സ്ഥലത്ത് അപ്സ്റ്റെയർ 3 ബെഡ്റൂമുള്ള വീട് വിൽപ്പനയ്ക്ക്. റോഡ് സൈഡിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. വീടിൻ്റെ 2 വശത്തുകൂടെയും റോഡ് കടന്നു പോകുന്നുണ്ട്. ഇനി നമുക്ക് ഈ വീടിൻ്റെ പരിസരവും ഉൾവശവും കാണാം. ഇപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ മുൻവശത്താണ് നിൽക്കുന്നത്. നിലത്ത് എല്ലാ ഭാഗത്തും ഇൻ്റർലോക്ക് വിരിച്ചതായി കാണാൻ സാധിക്കുന്നുണ്ട്. നല്ല സൗകര്യമുള്ള മുൻവശമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. 1-2 വാഹനം നിർത്തിയിടാൻ പാകത്തിനുള്ള സൗകര്യം ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. കുടിവെള്ളത്തിൻ്റെ സംവിധാനം, കിണർ, അതോടൊപ്പം തന്നെ ജൽജീവൻ മിഷൻ്റെ ഹൗസ് കണക്ഷനും ലഭ്യമാണ്. വീടിൻ്റെ മുൻവശത്ത് സൈഡിലാണ് കിണർ ഉള്ളത്. ഇനി നമുക്ക് വീടിൻ്റെ ഈ സൈഡ് വശത്തുള്ള പോയിന്റിലൂടെ നിന്ന് നടന്നു നോക്കാം. ഇവിടെയും ഇൻ്റർലോക്ക് മുഴുവനായിട്ട് വിരിച്ചതായി കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ വീടിൻ്റെ വലതുവശമാണ് കണ്ടത്. ഇനി നമുക്ക് ഇടതുവശത്ത് കൂടെ വീടിൻ്റെ പുറകുവശത്തിലേക്ക് ഒന്ന് പോയി നോക്കാം. ഇതാണ് ഇടതുവശം വരുന്നത്. അത്യാവശ്യം നല്ല വീതിയും നീളം, അത്യാവശ്യം ഏരിയയും കാണാൻ കഴിയുന്നുണ്ട്. ഈ കാണുന്ന ഡോറ് കിച്ചണിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്ന ഡോറാണ്. ഈ കാണുന്ന പോയിന്റിലാണ് തിരുമ്പുന്ന കല്ല് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിന് തൊട്ടടുത്ത് തന്നെ ഒരു പൈപ്പ് കണക്ഷനും കൊടുത്തിട്ടുണ്ട്. ഇതൊരു കോമൺ ആയിട്ടുള്ള പുറത്ത് വരുന്നൊരു ബാത്റൂമാണ്. ഇന്ത്യൻ ക്ലോസറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ബാക്കി എല്ലാവിധ ഫിറ്റിങ്സും കഴിഞ്ഞതാണ്. ഈ ഫ്ലോട്ടിൽ ഒരു തെങ്ങുണ്ട്. അത്യാവശ്യം നല്ല നാളികേരം കിട്ടുന്ന ഒരു തെങ്ങാണുള്ളത്. ഇവിടെ പുറത്തും ഒരു പൈപ്പ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ ഉൾവശം കാണാം. ഇപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിലാണ് നിൽക്കുന്നത്. സ്റ്റോൺ ഉപയോഗിച്ചാണ് ഈ ഫില്ലർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ വീട്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന വാതിൽക്കട്ടില, ജനല, ഡോറ് എല്ലാം മരത്തിലാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഡൈനിങ് ഹാളിലാണ് എത്തിയിരിക്കുന്നത്. അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഡൈനിങ് ഹാളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കയറി വരുന്ന എൻട്രൻസ് തന്നെ നമുക്കൊരു ലിവിങ് ഏരിയ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ കോർണറിൽ ഒരു കോർണർ സോഫ സെറ്റ് ചെയ്യാം. പറവള കൊടുത്ത് ഡിസൈൻ ചെയ്തിരിക്കുന്നു. സൈഡ് വശത്തായി ജനൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഏരിയയിലാണ് ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്യുക. ഇതിന് തൊട്ടടുത്തായി വാൾ സ്പേസും സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല കാണാൻ ഭംഗിയുള്ളൊരു വാൾ സ്പേസാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു സൗകര്യമുള്ളൊരു ഡൈനിങ് ഹാളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഈ വീട്ടിൽ താഴെ 2 ബെഡ്റൂമുള്ളത്. ഇനി നമുക്ക് ആദ്യത്തെ ബെഡ്റൂമിൽ നിന്ന് കയറി നോക്കാം. ഇതാണ് താഴെ വശത്ത് വരുന്ന ആദ്യത്തെ ബെഡ്റൂം. 11x11 റൂമിന് സൈസ് വരുന്നത്. 2 വശത്തും ജനൽ കൊടുത്തിട്ടുണ്ട്. റൂം അറ്റാച്ച്ഡ് ബാത്റൂമാണ്. യൂറോപ്യൻ ക്ലോസറാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാവിധ ഫിറ്റിങ്സും കഴിഞ്ഞിട്ടുണ്ട്. ലേറ്റസ്റ്റ് മോഡലാണ് ഫിറ്റിങ്സ് എല്ലാം ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിൽ നിന്ന് കയറി നോക്കാം. ഇപ്പോൾ നമ്മൾ വീണ്ടും ഡൈനിങ് ഹാളിൽ എത്തിയിട്ടുണ്ട്.
ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം. പത്ത് 12 റൂമിന് സൈസ് വരുന്നത്. നല്ല സൗകര്യമുള്ള റൂമാണ്. നല്ല നീളം വീതിയും കാണാൻ സാധിക്കുന്നുണ്ട്. രണ്ട് വശത്തും ജനൽ കൊടുത്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമാണ്. യൂറോപ്യൻ ക്ലോസറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മറ്റ് എല്ലാവിധ ഫിറ്റിങ്സും കഴിഞ്ഞിട്ടുണ്ട്. ലേറ്റസ്റ്റ് മോഡൽ ഫിറ്റിങ്സാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് കിച്ചണിലേക്ക് ഒന്ന് കയറി നോക്കാം. നമ്മൾ വീണ്ടും ഡൈനിങ് ഹാളിലെത്തിയിട്ടുണ്ട്. ഈ ഭാഗത്താണ് കിച്ചൺ വരുന്നത്. എല്ലാവിധ സൗകര്യങ്ങളുള്ളൊരു കിച്ചണാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഈ ഒരു പോർഷനിലാണ് ഫ്രിഡ്ജ് വരുന്നത്. പോയിൻ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഗ്യാസ് സ്റ്റവ് സെറ്റ് ചെയ്യാം. ഇതിന് തൊട്ടടുത്തായിട്ട് തന്നെ വർക്ക് ഏരിയ വന്നിട്ടുണ്ട്. ഇതാണ് വർക്ക് ഏരിയ വരുന്നത്. വിറകിൻ്റെ അടുപ്പ് ഇവിടെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല സൗകര്യമുള്ളൊരു കിച്ചണും വർക്ക് ഏരിയയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. കിച്ചണിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്ന ഡോറാണ്. ഇനി നമുക്ക് ഈ വീടിൻ്റെ മുകൾ വശത്തേക്ക് കയറി നോക്കാം. മുകൾ വശത്ത് ഒരു ബെഡ്റൂമാണുള്ളത്. ഇതാണ് സ്റ്റെയർ വരുന്നത്. സ്റ്റെയറിൻ്റെ ചുവട്ടിൽ ഇൻവെർട്ടർ സെറ്റ് ചെയ്യാനുള്ള പോയിൻ്റ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുള്ളൊരു ഹാൻഡ് റെയിൽ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റെയറിൻ്റെ സൈഡിലായിട്ടൊരു പറവള കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ മുകൾ വശത്ത് എത്തിയിട്ടുണ്ട്. മുകൾ വശത്ത് നല്ല സൗകര്യമുള്ളൊരു ഹാൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നല്ല വിശാലമായ ഹാളാണ്. മുകൾ വശത്ത് ഒരു റൂമാണുള്ളത്. നമുക്ക് റൂമിലൊന്ന് കയറി നോക്കാം. ഇതാണ് മുകൾ വശത്ത് വരുന്ന ബെഡ്റൂം. രണ്ട് വശത്തും ജനൽ കൊടുത്തിട്ടുണ്ട്. ഈ റൂമിൻ്റെ സൈസ് വരുന്നത് 11x11 സൈസ് വരുന്നത്. റൂം അറ്റാച്ച്ഡ് ബാത്റൂമാണ്. അപ്പോൾ ഈ വീട്ടിൽ 3 ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂം. ഇവിടെ യൂറോപ്യൻ ക്ലോസറാണ് കൊടുത്തിരിക്കുന്നത്. മറ്റു എല്ലാവിധ ഫിറ്റിങ്സും കഴിഞ്ഞിട്ടുണ്ട്. ഫിറ്റിങ്സ് എല്ലാം ലേറ്റസ്റ്റ് മോഡലാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ വീണ്ടും ഹാളിലെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാൽക്കണിയിലേക്ക് ഒന്ന് കയറി നോക്കാം. കാണാൻ നല്ല ഭംഗിയുള്ള ഡിസൈനിൽ ഗ്ലാസ് കണ്ടിട്ടാണ് ഹാൻഡ് സ്റ്റോപ്പർ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഫില്ലർ സ്റ്റോണിൻ്റെ ഡിസൈനാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഓപ്പൺ ടെറസ് ഉണ്ട്. ഓപ്പൺ ടെറസിലേക്ക് ഒന്ന് കയറി നോക്കാം. നല്ല സൗകര്യമുള്ളൊരു ഓപ്പൺ ടെറസാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇതിന് മുകൾ വശത്തേക്ക് ഒരു സ്റ്റെയർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ സ്റ്റെയർ ഒന്ന് കയറി നോക്കാം. ഇതിൻ്റെ മുകൾ വശം അത്യാവശ്യം നല്ല ഏരിയ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. നല്ല ഉപകാരത്തിൽ കൊള്ളുന്ന രീതിയിലാണ് മുകൾ വശം ചെയ്തിരിക്കുന്നത്.
താഴെ വശത്തും അത്യാവശ്യം ഏരിയ കാണാൻ കഴിയുന്നുണ്ട്. വാട്ടർ ടാങ്ക് ഇതിന് മുകളിലാണ് കൊടുത്തിരിക്കുന്നത്. ഈ കാണുന്ന വീടിന് ചോദിക്കുന്ന വില 65 ലക്ഷം രൂപ. ഈ കാണുന്ന വീടും സ്ഥലവും വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ സ്ക്രീനിലെ നമ്പറിൽ ബന്ധപ്പെടുക. കൂടുതൽ ഡീറ്റെയിൽസ് ആ സമയത്ത് നൽകുന്നതായിരിക്കും. ലോൺ ആവശ്യമുള്ളവർക്ക് ബന്ധപ്പെടാം. ലോൺ സൗകര്യം ചെയ്ത് തരുന്നതായിരിക്കും.